ഹലോ, ഇന്നൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഇന്ന് കന്നിയിൽ ആയില്യാണ്. അപ്പോൾ പിന്നെ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ തറവാട്ടിൽ പാമ്പുംകാവുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് പാമ്പുംകാവിൽ പൂജയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ കന്നിയിലല്ല, തുലാത്തിലായില്യാന്ന് ഇത്ര അവിടെ മണ്ണാശാലയിലൊക്കെ പാമ്പ് കാവിൽ പൂജയൊക്കെ ഉണ്ടാകും. ഇവിടുത്തെ എക്കണത്ത് എന്നാണ് ഇവരുടെ തറവാട്. ഇവിടെ കന്നിയിലായില്യാണ് പാമ്പുംകാവ് പൂജയായിട്ട് അവർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ സമയം രാവിലെ ഒരു 10 മണിയൊക്കെ ആവാറായിരിക്കണോ. നേരം വൈകിട്ടാണ് പൂജ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ കസിൻസൊക്കെയാണ്, അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡിയായി പോകാൻ വേണ്ടിയിട്ട്. പലരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോയത്. അപ്പോൾ പൂജയ്ക്കുള്ള സാമഗ്രികളൊക്കെ കാറിൽ കയറ്റിയിട്ട് ആദ്യം കൊണ്ടുപോയി. അവർ പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു. അമ്മ അവരുടെ കൂടെ പോയി. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് അവരുടെ കൂടെ അവരൊക്കെ പോയപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തു ഏട്ടൻ. നമ്മൾ പിന്നെ നമ്മുടെ ഈ വണ്ടിയിലാണല്ലോ സകല സ്ഥലത്തിലേക്കുള്ള യാത്ര. എവിടേക്കായാലും ദൂരമായാലും അടുത്തായാലും ഒക്കെ ഈ വണ്ടിയിൽ തന്നെ. അതിൽ പോകാനൊരു പ്രത്യേക രസമാണ്. കുറച്ച് അടുത്ത് തന്നെയാണ്, നമ്മുടെ അവരുടെ തറവാട് ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ പാമ്പുംകാവ് ഉള്ളത്. ഇതാണ് തറവാടുണ്ടായിരുന്ന സ്ഥലം. അതിൻ്റെ കവാടാണ് കണ്ടത്. ഇതാണ് അടുത്ത് തന്നെയാണ് പാമ്പുംകാവ്. ഇതിൻ്റെ ഒരു വേറെ വ്ളോഗ് ഞാനിതിൻ്റെ മുന്നേ കുറേ മുന്നേ ഇട്ടിട്ടുണ്ട്. പാമ്പുംകാവ് അത് രണ്ടാമത് വൃത്തിയാക്കി അത് ഇതാക്കുമ്പോഴൊക്കെ ആകെ കാട് പിടിച്ചിട്ടൊക്കെ ആയിരുന്നു. അതൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ നിലത്ത് ടൈൽസൊക്കെ ഇട്ട് അങ്ങനെ ഒരു നന്നാക്കിയപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാനിതിൻ്റെ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നാഗരാജാവും രാജ്ഞിയാണ് ഉള്ളത്. അത് വേറെ എവിടെയും അങ്ങനെ ഇല്ല അത്രേ. ഇവിടെ എക്കണത്ത് ഇവരുടെ ഇതിൽ തന്നെയുള്ള ഈ പാമ്പുംകാവിലാണ് അതൊരു പ്രത്യേകതയാണെന്ന് പറയുന്നത്. നാഗരാജാവും രാജ്ഞിയുള്ളത്. എല്ലായിടത്തും നാഗരാജാവ് മാത്രം രാജ്ഞി മാത്രമൊക്കെ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഇവിടെ നാഗരാജാവും രാജ്ഞിയും കൂടിയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അതൊരു എവിടെയും ഇല്ല അത്ര അങ്ങനെ, ഇവിടുത്തെ പ്രത്യേകത അത്രേ. അപ്പോൾ ഇളനീര് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എല്ലാവരും. ഇളനീര് അഭിഷേകമാണ്, പാലഭിഷേകം, ഇളനീരഭിഷേകം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾ കൊണ്ട് അഭിഷേകം, പിന്നെ പൂവ് കൊണ്ട്, പിന്നെ അങ്ങനെ നന്നായി മഴയൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു. ഭഗവാൻ കാത്തു എന്നെല്ലാവരും പറഞ്ഞു. സാധാരണ മഴ ഉണ്ടാവാറുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ മഴയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. ചുറ്റും നല്ല കാട് പോലെയാണ്. നല്ല അതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ടെന്നാണ് പറയണത്. പന്നി അങ്ങനെയുള്ള ജാതികൾ, പിന്നെ ഇതിൽ പാമ്പുംകാവിലുണ്ടാവുമല്ലോ നാഗങ്ങൾ, അതും അങ്ങനെ. ഇതിൻ്റെ തൊട്ടായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നത്, തറവാടുണ്ടായിരുന്നത്. എക്കണത്ത് അഹായി എന്നാണ് പറഞ്ഞിരുന്നത്. അതിപ്പോൾ പ്ലോട്ട് മാത്രമേ ഉള്ളൂ, സ്ഥലം മാത്രമേ ഉള്ളൂ. അതൊക്കെ പൊളിച്ചു. വലിയ 8 കെട്ട് തറവാടൊക്കെ ആയിരുന്നു. മഞ്ഞൾ പൂശി കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല സിന്ദൂരം കൊണ്ട് നന്നായി നല്ല ഭംഗിയുണ്ട്. മഞ്ഞളിൻ്റെ അതിൽ സിന്ദൂരം ഇത് വരച്ച് കാണാൻ.
പൂജാരിയും ഇവിടെ അവരൊക്കെ അറിയണ ഇവിടെ ഗ്രാമമുണ്ട്, ഗ്രാമത്തിലെ ഒരാൾ തന്നെയാണ് തിരുമേനി. ഈ തിരുമേനിനെയാണ് എപ്പോഴും ഈ പാമ്പങ്കാവിൽ പൂജിക്കാനൊക്കെ വരാറുള്ളത് എല്ലാ കൊല്ലവും. ഈ പാമ്പങ്കാവിന് വെളുത്തൻകാവ് എന്നാണ് അവർ പറഞ്ഞത്. ഇവരെ തറവാട്ട് പാമ്പങ്കാവിൻ്റെ പേര് വെളുത്തൻകാവ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ പേരിലാണ് അറിയുന്നത്. ഇത് പൂജയുടെ ലാസ്റ്റ് ആരതി ചെയ്യുകയാണ്. കർപ്പൂരമൊക്കെ ചുറ്റും കത്തിച്ച് ആരതി ചെയ്യാം. അത് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു, ചുറ്റും കർപ്പൂരം കത്തിച്ചിട്ടുള്ള ആരതി ചെയ്യൽ. ഭയങ്കര ഒരു ചൈതന്യം, ഭഗവാന്റെ സാമീപ്യം ഒക്കെ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഫീൽ ഉണ്ടാവും. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു, എല്ലാവരും തൊഴുത്. ഇതൊക്കെ വീട്ടുകാരാണ്, എല്ലാവരും വീട്ടുകാർ തന്നെയാണ്. എക്കണത്ത് തറവാട്ടിലെ ഓരോ അംഗങ്ങളാണ് അവർ. അടുത്തുള്ളവരും ഒക്കെ ആയിട്ട്, അടുത്തൊക്കെ അവരെ വീട്ടുകാരുണ്ട്, അവരെല്ലാവരും ഒക്കെ ആയിട്ട്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു, നാഗപൂജയൊക്കെ കഴിഞ്ഞു. അവരെ വെളുത്തൻകാവിൽ പൂജ. ആ പാമ്പങ്കാവിന് പേര് വെളുത്തൻകാവ് എന്നാണ്. അപ്പോൾ അവിടെ ഉള്ള പൂജയൊക്കെ കഴിഞ്ഞു. രാവിലെ ഒരു 11 മണിയായി. 10:30 തുടങ്ങിയപ്പോൾ തന്നെ 11:30 ആയി കഴിഞ്ഞപ്പോൾ. അങ്ങനെ എല്ലാവരും തിരിച്ചു പോയി. മഴയൊന്നും ബുദ്ധിമുട്ടിച്ചില്ല. ഒരു ന്യൂനമർദ്ദത്തിൻ്റെ മഴ ഉണ്ടല്ലോ എപ്പോഴും. തുലാവർഷം തുടങ്ങിയിട്ടില്ല, എന്നാലും തുലാവർഷം എപ്പോഴും 3 മണിക്കാണ് തുടങ്ങുക, ഇടിവെട്ടും മഴയൊക്കെ ആയിട്ട്. പക്ഷേ ഇത് രാവിലെ തന്നെ ചാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ മഴ ബുദ്ധിമുട്ടിരിക്കലുണ്ട് എപ്പോഴും. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് നല്ല മഴ. ഒരു ഉച്ചയോട് കൂടിയിട്ട് 1 മണിയോടുകൂടി നല്ല മഴ പെയ്തു. ഇപ്പോൾ വൈകുന്നേരം ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പക്ഷെ നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. പാലക്കാടൊക്കെ പ്രത്യേകിച്ചും ചൂടൊന്ന് കുറവ് ആണ്. എപ്പോഴും ഒരു മഴ ചാറ്റലുണ്ടെങ്കിൽ സുഖമാണ്. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് കാണുക, ഈ വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.